ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ജ്യൂസ് പരിചയപ്പെടാം. ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉള്ള ജ്യൂസാണിത്. നമ്മുടെ വീട്ടിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട്, പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെ വേണ്ടത് ഇത് രണ്ടും കൂടെ അടിക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറാണ്. ഞാനിപ്പോൾ ഒരു പാഷൻ ഫ്രൂട്ടാണ് എടുത്തേക്കുന്നത്. ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനത് മിക്സിക്കകത്തോട്ടിട്ടു. അതേപോലെ തന്നെ ആവശ്യമായ പഞ്ചസാര. ആവശ്യമായ പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഷൻ ഫ്രൂട്ടിന് ഭയങ്കര പുളിപ്പാണ്. അപ്പോൾ അതനുസരിച്ച് വേണം പഞ്ചസാരയുടെ അളവ് നിങ്ങൾ ഇടാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിനുള്ള ജ്യൂസിനുള്ള ഇത് പൾപ്പേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും പഞ്ചസാര ഇട്ടത്. എന്നിട്ട് നമ്മളിത് മിക്സിക്കകത്തിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. ഇത് നല്ലോണം അരച്ചെടുക്കണം, കാരണം അതിൻ്റെ അകത്തൊരു സീഡുണ്ട്. ആ സീഡ് നല്ലോണം ഇതാകണം, എന്നാലേ നമുക്ക് ആ ജ്യൂസിൻ്റെ പൾപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ സെപ്പറേറ്റ് ആയിട്ട്. അതാണ്ട് ഞാനിതിങ്ങനെ മിക്സിക്കകത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അരച്ച പരുവം ഇതാണ്. ഇനി ഞാനിത് അരിപ്പയ്ക്കകത്തോട്ട് വെച്ച് അരിച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മൾ അരച്ചെടുത്ത പരുവം. ഇത് ഞാൻ അരിപ്പയ്ക്കകത്തോട്ട് ഞാൻ അരിച്ചു. എന്നിട്ട് ഇത് നല്ലോണം അരിച്ചെടുക്കണം. ഇതിനകത്ത് ആ കറുത്ത സീഡുണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഞാൻ ഒരൊറ്റ ഗ്ലാസ്സിനുള്ള ജ്യൂസ് മാത്രമാണ് ഇത് എടുത്തേക്കുന്നത്. അതിനുള്ള സിറപ്പേ ഉള്ളത്. ഇതാണ് പരുവം. നമ്മൾ ഗ്ലാസ്സിനകത്തോട്ട് ഇത് പകർത്തി. ഇത്രയേ ഉള്ളൂ, ജ്യൂസിൻ്റെ പരുവം ഇതേ ഉള്ളൂ. ഇനിയും ആഡ് ചെയ്യേണ്ടത് സോഡയാണ്. സോഡയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, നമ്മുടെ ജ്യൂസ് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ജ്യൂസാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഔട്ട്സൈഡിലെ കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇത് ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ കാണാത്തവർ, പേജ് കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഞാൻ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചു. ഇതാണ് നമ്മുടെ ജ്യൂസിൻ്റെ ഒരു കറക്റ്റ് രൂപം. ഇതാണ് നല്ല യെല്ലോ കളർ ജ്യൂസാണ്. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടി ഒരു നാരങ്ങ പീസും ഒരു പുതിനയിലയുടെ ഇലയും കൂടെ വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ മോനാണ്, കുടിക്കുകയാണ്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.